നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. PSLന് മുട്ടം പണി കിട്ടിയ മട്ടാണ്. ഷെഡ്യൂൾ ചെയ്തൊക്കെ മാറ്റി 6 സിറ്റികളിൽ കളി നടത്താൻ പോയവരാണ്. ഇനി 2 സിറ്റികളിൽ നടന്നുള്ളൂ, 2 ഗ്രൗണ്ടിൽ മാത്രമല്ല കളി കാണാൻ ആരുമില്ലാതെ ഒഴിഞ്ഞ സ്റ്റേഡിയങ്ങളിലാണ് PSL നടത്താൻ പോകുന്നത്. നമ്മൾ കോവിഡിൻ്റെ സമയത്ത് അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതല്ലാതെ തന്നെ അങ്ങനെ നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് PSL വീണ് പോയിരിക്കുന്നു. PSL നിന്ന് താരങ്ങൾ IPL വരുന്നുണ്ട്. അതിനെതിരെ നടപടിയെടുക്കും എന്നാണ് ഇപ്പോൾ മോസിൻ നഖ്വി പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ? ഒരു കാര്യം കൂടി, അതായത് ഈ PSLൻ്റെ ഉദ്ഘാടന ചടങ്ങ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടിങ്ങനെ? നമ്മൾ വിശദമായിട്ട് വാർത്തയിലേക്ക് പോവുകയാണ്. അതായത് പാകിസ്ഥാൻ സൂപ്പർ ലീഗ് PSL ബിഹൈൻഡ് ദി ക്ലോസ്ഡ് ഡോർസിലായിരിക്കും നടത്തുക, അടച്ചിട്ട സ്റ്റേഡിയങ്ങളിൽ. അതായത് ആരാധകരെ കയറ്റാതെയായിരിക്കും നടത്തുക. അതിൻ്റെ കാരണം കൂടി അറിയണം. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഏഷ്യ ക്രൈസിസ് ആണ്. ഇപ്പോൾ ഇറാൻ US ഇസ്രായേൽ യുദ്ധം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാരണമാണ് ഈ രൂപത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. 2 വെന്യൂസിൽ മാത്രം. നേരത്തെ 6 വെന്യൂസാണ് ഈ ടൂർണമെൻറ്റ് നടത്താൻ വേണ്ടി അവർ ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ എല്ലാ PSL മാച്ചസും ലാഹോറിലും കറാച്ചിയിലുമായിട്ട് നടക്കും. ഓപ്പണിംഗ് സെറമണി ഇൻ ലാഹോർ ഓൾസോ ബീൻ ക്യാൻസൽഡ് എന്ന് ഒഫീഷ്യലി റിപ്പോർട്ട് വന്നിരിക്കുന്നു. അപ്പോൾ BCBയുടെ ചെയർമാൻ മോസിൻ നഖ്വി പറയുന്നത്, ടൂർണമെൻറ്റ് മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ കാണികളെ സ്റ്റേഡിയത്തിലേക്ക് കയറ്റിയിട്ടുള്ള കളികൾ നടത്താൻ കഴിഞ്ഞേക്കും. പക്ഷെ അതിന് ഈ ക്രൈസിസ് അവസാനിക്കണം. ഇറാൻ US ഇസ്രായേൽ യുദ്ധം അവസാനിക്കണം. അത് ചിലപ്പോൾ 10 ദിവസം കൊണ്ട് അവസാനിച്ചേക്കാം, ചിലപ്പോൾ 15 ദിവസം കൊണ്ട് അവസാനിച്ചേക്കാം. അതിനൊരു കൃത്യതയില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ പ്രശ്നം? വെസ്റ്റ് ഏഷ്യയിൽ യുദ്ധം നടക്കുമ്പോൾ പാകിസ്ഥാനിൽ ഇത് നടത്താനുള്ള PSL നടത്തുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? അവിടെയാണ് കാര്യം. അതായത് പാകിസ്ഥാൻ വലിയ രൂപത്തിൽ ഓയിൽ ക്രൈസിസിലാണ്. ഓൾറെഡി ഗ്ലോബൽ ഓയിൽ ക്രൈസിസ് ഉണ്ട്. പാകിസ്ഥാനിൽ അത് വലിയ രൂപത്തിൽ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാമല്ലോ, ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ മോസിൻ നഖ്വി പറയുന്നത്, പ്രൈം മിനിസ്റ്റർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു എല്ലാ പാകിസ്ഥാനീസിനോടും അവരുടെ മൂവ്മെൻറ്റ്സ് റെസ്ട്രിക്റ്റ് ചെയ്യണം, യാത്രകൾ കുറക്കണം, കാരണം ഫ്യൂവൽ ക്രൈസിസ് ഉണ്ട്. അതുപോലെ സ്കൂളുകളെല്ലാം അടച്ചിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വർക്ക് ഫ്രം ഹോം ആക്കി മാറ്റിയിട്ടുണ്ട്, ഈദ് ഹോളിഡേയ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എത്ര കാലത്തേക്ക് ഈ യുദ്ധം തുടരുമെന്ന് അറിയില്ല. അപ്പം ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. സെക്യൂരിറ്റി ഏജൻസീസുമായിട്ട് ഡിസ്കഷൻസ് നടത്തി അപ്പോഴാണ് PSL ഒറിജിനൽ ഷെഡ്യൂളിൽ തന്നെ നടത്താമെന്ന് തീരുമാനിച്ചത്. പക്ഷേ ആരാധകരെ സ്റ്റേഡിയത്തിലേക്ക് കടത്താൻ പറ്റില്ല. കാരണം ഇങ്ങനെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യണം, യാത്രകൾ കുറക്കണമെന്ന് ആളുകളോട് പറഞ്ഞിട്ട് പിന്നെ 30,000 ആളുകളെ എല്ലാ ദിവസവും സ്റ്റേഡിയത്തിൽ കയറ്റുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രൈസിസ് തുടരുന്നിടത്തോളം കാലം വി വിൽ നോട്ട് ഹാവ് ക്രൗഡ്സ് അറ്റ് മാച്ചസ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ക്രൗഡ്സ് കളി കാണാൻ വേണ്ടി എത്തുന്ന സ്ഥിതി ഉണ്ടാവില്ല, ആരാധകരെ കയറ്റില്ല. ഇതൊരു ബുദ്ധിമുട്ടേറിയ തീരുമാനമാണ്, പക്ഷേ ആ തീരുമാനം എടുത്തേ പറ്റൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ദി ഓപ്പണിംഗ് സെറമണി വിൽ ഓൾസോ ബി ക്യാൻസൽഡ്. ഇതാണ് മോസിൻ നഖ്വി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് കാരണം PSLലെ ഫ്രാഞ്ചൈസികൾക്ക് നഷ്ടം വരുമല്ലോ. ആ നഷ്ടം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നികത്തി കൊടുത്തോളാം എന്നുകൂടി പറയുന്നു. പിന്നെ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുള്ള ആരാധകരുണ്ടാവും, അവർക്ക് ആ ഫണ്ട് തിരികെ കൊടുക്കും എന്നും പറയുന്നു. ആ ഒരു പ്രൈസ് ടിക്കറ്റിൻ്റെ വില തിരികെ റീഫണ്ട് ചെയ്യുമെന്ന് പറയുന്നു. കൂടാതെ വ്യത്യസ്ത സിറ്റികളിൽ കളി നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു. ആ സിറ്റികളോടൊക്കെ അപ്പോളജൈസ് ചെയ്യുന്നു. വരും വർഷങ്ങളിൽ കൂടുതൽ മത്സരങ്ങൾ അവർക്ക് നൽകാം എന്നുകൂടി പറയുകയാണ്. പിന്നെ നമുക്കറിയാമല്ലോ, ഈ മത്സരങ്ങൾ അവിടെ മാർച്ച് 26 ആരംഭിച്ച് മെയ് 3 അവസാനിക്കുന്ന തരത്തിലാണ് PSLൻ്റെ ഷെഡ്യൂളുള്ളത്. അപ്പോൾ IPLും PSLും തമ്മിൽ ഡേറ്റിൽ ക്ലാഷ് വരുന്നുണ്ട്. പല താരങ്ങളും ഇപ്പോൾ അവിടെ നിന്ന് മാറി IPLിലേക്ക് വരുന്നുണ്ട്. ആദ്യം ബ്ലെസ്സിങ് മൊസറബാനി, ഇപ്പോൾ ദാസുൻ ഷനാക്കും ഒക്കെ വരികയാണ്. അപ്പോൾ നഖ്വി പറയുന്നത് അവർക്കെതിരെ കടുത്ത തീരുമാനങ്ങൾ എടുക്കും, നടപടികൾ എടുക്കും, റൂളിൽ പറയുന്ന തീരുമാനങ്ങൾ എടുക്കുമെന്ന്. നമുക്കറിയാം. അപ്പോൾ കഴിഞ്ഞ തവണ കോർബിൻ ബോഷ് അവിടെ നിന്ന് പോന്നപ്പോൾ MIയിലേക്ക് കയറിയല്ലോ. ആ സമയത്ത് അദ്ദേഹത്തിന് 1 വർഷത്തെ ബാനാണ് PSL കൊടുത്തത്. എന്ത് ബാന്? കാരണം IPL അവസരം കിട്ടുമെങ്കിൽ പിന്നെ 1 വർഷത്തെ ബാനായാലും എന്താണെന്നാണ് താരങ്ങൾ ചിന്തിക്കുകയുള്ളൂ. മാത്രമല്ല കുറച്ച് താരങ്ങൾ ഓൾറെഡി വിഡ്രോ ചെയ്തിട്ടുണ്ട്. ജേക്ക് ഫ്രേസർ മക്കാർക്ക്, അതുപോലെ തന്നെ ഗുഡാകിഷ് മോട്ടി, ഒട്നിൽ ബാറ്റ്മാൻ, സ്പെൻസർ ജോൺസൺ എന്നിവരൊക്കെ PSLൽ നിന്ന് ഇപ്പോൾ പുൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അവർ പേഴ്സണൽ റീസൺസ് ആണ് പറയുന്നത്.
അപ്പോൾ ഇതിൽ നെക്വി പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇത്തരത്തിലുള്ള താരങ്ങൾക്കെതിരെ അക്കോർഡിംഗ് ടു ദി റൂൾസ് നടപടികൾ എടുക്കും. കഴിഞ്ഞ വർഷം ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു. ആ സെയിം തിങ്. അപ്പോൾ എന്താണ് നടപടി എടുത്ത് ആ നടപടി തന്നെ ഇവിടെ എടുക്കും. പിന്നെ IPLലും PSLലും ഡേറ്റുകൾ ക്ലാഷ് ആവുന്നതിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അവർക്ക് നല്ല കളിക്കാരെ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെയും നല്ല കളിക്കാരെ കിട്ടുന്നുണ്ട്. സോ PSL പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല, കാരണം ഈ വർഷം ഇനി മറ്റൊരു വിൻഡോ ലഭ്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും PSL മാർച്ച് 26 ആരംഭിക്കും, IPL മാർച്ച് 28 ആരംഭിക്കും. ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് PSL പോയിരിക്കുന്നു. കാണികളില്ല സ്റ്റേഡിയത്തിൽ. ഓപ്പണിംഗ് സെറമണി ക്ലോസ് ചെയ്തു. 2 സ്റ്റേഡിയങ്ങളിൽ മാത്രമായിട്ട് കളി നടത്തി അങ്ങ് ചടങ്ങ് തീർക്കും പോലെ തീർക്കാൻ പോവുകയാണ്. എന്താ അല്ലേ? വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.